ഹായ് ഗാഷ് എന്നോട് വാട്ടായിട്ടിൻ്റെ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നൊക്കെ മമ്മ തിന്നാൻ തരുന്ന നോക്കിയാലോ. ആദ്യം നമ്മളിന്ന് പല്ലച്ച് സുന്ദരിയാവണം. അമ്മ രണ്ടായിട്ടും മുഖക്കി തരുന്നതോടുകൂടി നമ്മളെ സ്കിൻ കെയറും കഴിയും. കണ്ടോ ഇപ്പൊ നല്ല സുന്ദരിയായില്ലേ അല്ലേ അമ്മേനെ സുന്ദരിയായില്ലേ. ഇപ്പൊ നോക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നാൻ പോയാലോ. അമ്മ എന്നെ ഇവിടെ കുത്തിപ്പിച്ച് എന്തോ നിൽക്കാൻ പോയിക്കുന്നത് എന്താക്കി കൊണ്ടുവിടാൻ വെച്ചിട്ടിരിക്കുകയാണെങ്കിൽ കൊതിയാവുന്നത്. ഇന്ന് ധീര ഉണ്ടാക്കുന്നത് കുറേ നേരമായാലും എന്തോ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് എന്തീതാക്കിലോ. ഗാഷ് ഓളെ കാര്യം കൊണ്ട് ഒന്നും പറയാനില്ല. ഓളിങ്ങനെ മരുന്നൊക്കെ എന്നെ പറ്റിച്ചിങ്ങനത്തെ തരില്ലേ. ഇതങ്ങനത്തെ എന്തോ വായിക്കോ എനിക്കൊരു പേടിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു പച്ചമരുന്ന് പോലത്തെ ഒരു സാധനമുണ്ടോന്ന് തൊള്ളയിൽ വെക്കാനാണ് കൊള്ളില്ല. ഒരു രക്ഷവുമില്ല. ഇതിനൊരാണ് മരുന്നൊക്കെ എന്തോ ആന്ന്. ഇനിയിപ്പോൾ ഇത് തീരുന്ന വരെ തരി വയ്ക്കല്ലോ പഠിച്ചോ. എന്താ ചെയ്യാൻ പറ്റുമോ ആലോചിച്ചിട്ട് ഒരു വൃത്തം കിട്ടുന്നില്ലല്ലോ. ഒരു രക്ഷമില്ലാത്ത സാധനങ്ങളൊക്കെ മക്കൾക്ക് തന്നെ എങ്ങനെയാ തിന്നാൻ. അതാ വരുന്നുണ്ട്. തോർക്കൂലടി അത് നോക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ പൊയ്ക്കൊള്ളിക്കും. എന്തൊരു കഷ്ടാണ്. പോയി തോന്നുന്നു. ഇല്ലേ മോനോ എന്തേതാണിത്. ശരിക്കും പോയോ കാണില്ലല്ലോ. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവള് വേറെ എന്തോ നിൽക്കാൻ പോയതാ. ഇനിയിപ്പോൾ ഇതിൻ്റെ അയക്കല്ലോ. ഇത് രസമുണ്ട്. ഇപ്പോൾ സമാധാനമായത് ഒക്കെ അതേ ഇതങ്ങ് തന്നെ ആദ്യം അവള് വലിയ ശൈലാക്കി നോക്ക് കൊണ്ടുവന്നിട്ട് എനിക്ക് ഓള് സ്പൈസ് ആയിട്ടുള്ള ഫുഡൊക്കെ ഇഷ്ടം. അതിനോട് അവൾക്ക് അടുക്കാടെ മാറ്റിയിട്ട് ദോശയും കറിയും തന്നെ. ഇതാണ് എൻ്റെ രാവിലത്തെ ഫുഡ്. ഇനി പോയി കുറച്ച് കളിക്കൊക്കെ ചെയ്യുമ്പോൾ ഉച്ചക്കത്തെ ഫുഡ് ഉച്ചക്ക് ഞങ്ങൾ പുറത്താണ് ഫുഡ് കഴിക്കുന്നത്. ഓളിൻ്റെ ചേടോളൊക്കെ പുറത്തുണ്ടച്ച് വിടാമ്പയ്ക്ക് കാക്കച്ചിനെ പൂച്ചനെയൊക്കെ കണ്ട് കളിച്ച് ഫുഡ് കഴിക്കാമല്ലോ. അപ്പോൾ ഇതാണ് ഫുഡ്. ചോറും ഉപ്പേരിയും ചിക്കനും. എൻ്റെ പുതിയ ചേര് കിട്ടിയാൽ അവൾക്ക് ഫുഡ് തരാൻ ഇഷ്ടമാക്കി. ഇനി എടുത്ത് ഇങ്ങനെ നടക്കണ്ടല്ലോ. അപ്പോൾ കൈ വേദന ഒന്നും ആവില്ലല്ലോ. ലവ് ലാപ്പിന്റെ 4-in-1 കൺവേർട്ടബിൾ ഹൈ ചെയർ. ഇത് നമുക്ക് 4 ടൈപ്പിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ ലോവർ ചെയർ ആക്കിയിട്ട് മക്കളുടെ കളിക്കാനും, അതുപോലെ തന്നെ പ്ലേ ചെയർ ആക്കിയിട്ടും, പിന്നെ ബൂസ്റ്റർ ചെയർ ആക്കിയിട്ടും, അതുപോലെ തന്നെ ഹയർ ചെയർ ആക്കിയിട്ടും. ഏറ്റവും വലിയൊരു ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് മക്കൾ ഇതിൽ വെച്ചിട്ട് ഫുഡ് കൊടുക്കാനും അതുപോലെ തന്നെ വീട്ടുജോലിയൊക്കെ എടുക്കാൻ പാരന്റ്സിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ചെയർ ആണ്. ഇതിലിരുത്തിയ വിഗോ എന്നുള്ള കാര്യത്തിലൊന്നും പേടിയുണ്ട്. കാരണം കുട്ടികളെ ഇരുത്തിയിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കാനുള്ള 3-point സേഫ്റ്റി ഹാർനസും ഉണ്ട്. ഫുഡ് എടുക്കുന്ന സമയത്ത് ഫുഡ് ട്രേയിൽ വീണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഊരി വാഷ് ചെയ്ത് തിരിച്ചു വെക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഫുഡ് ട്രേ നമുക്ക് ബേബികളെ സൈസ് അനുസരിച്ച് അഡ്ജസ്റ്റും ചെയ്ത് കൊടുക്കും. പിന്നെ കുഞ്ഞിക്കാൽ വെക്കാനുള്ള ഒരു ലെഗ് റെസ്റ്റ് കൂടി ഉണ്ട്. പക്ഷേ അതിന് ചുറ്റും കുറച്ചുകൂടി വലുതാണ്. ഇതിലാശാൻ ഹാപ്പിയാണ്. കാരണം അതിൽ വെച്ചെടുക്കുന്ന ഫുഡൊക്കെ സ്വന്തം കഴിക്കാനും പറ്റുന്നുണ്ട്. ചോറൊക്കെ തിന്നാൻ എനിക്ക് ഇഷ്ടം. പക്ഷെ എനിക്ക് മോഡൽ ഫുഡുകളൊന്നും ഇഷ്ടമല്ല. എനിക്ക് നാടൻ ഫുഡുകൾ മാത്രമേ ഇഷ്ടമുള്ളൂ. ഇത് കാരണം അമ്മമാർക്ക് നിങ്ങളെ മക്കൾക്ക് വാങ്ങി കൊടുക്കണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ ഡീറ്റെയിൽസ് കൊടുക്കാതെ ഇതിനോ പടി കേട്ടോ. ഫുഡൊക്കെ കഴിച്ചാൽ നല്ല മോളായി. ഇനി ഞാൻ ഇങ്ങനെ കളിശാലകളൊക്കെ വെച്ച് കുറച്ച് ഇങ്ങനെ കളിക്കും. അപ്പോഴേക്ക് മറിയ വരാ ഷമ്മിയ. അവള് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിഠായിയൊക്കെ കൊണ്ടുപോകും. അമ്മ കാണാണ്ട് കുറച്ചൊക്കെ വെക്കി തരും. അതിനോട് അവള് വരുന്നു കാത്തിക്കല മമ്മനോട് വടിയണ്ടേ. കണ്ട ഓളിന്ന് കുഴിക്കൂടൊക്കെ കൊണ്ടുപോകുന്നത്. മാമനോടേക്ക് ഇപ്പൊ ചീറ്റയൊക്കെ ഒന്ന് നക്കാൻ കിട്ടണമെങ്കിലുള്ളൊരു കഷ്ടപ്പാട് കണ്ടോ. നല്ല എരിയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും വിഷമല്ല. എങ്ങനെയുള്ളൊരു കഷ്ണമെങ്കിലാണ് അപ്പൊക്കെ തീരെ ചീത്ത തന്നെ തരാൻ സമ്മതിച്ചില്ല. അപ്പനോട് പാവ നിന്നു കൊടുക്കും. അപ്പോൾ ഞാൻ ചീത്ത ഒന്നും പണിയില്ല. എനിക്ക് തരാൻ പറ്റില്ല എന്ന് മടിയുടെ തീരെ ചീത്താണ്. അപ്പനോട് കല്ലോലോലി അങ്ങ് ഒലോച്ച് വെക്കും. ഈ തീറ്റി വീണിണ്ടാവുന്ന എനിക്ക് ഓടുപ്പ മടിയാ കുണ്ട തീറ്റി സമ്മതിച്ച് തോന്നുന്നു. ആരെങ്കിലും വരുന്ന നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് കൊണ്ടിങ്ങനെ താണി നോക്കി ഞാൻ എണീച്ച് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുക. അപ്പം എനിക്ക് തരണ തീറ്റി കാണൂലായിരിക്കും. ഇവിടെ തന്നെ ഉണ്ടായിനോ. എനിക്ക് കുറച്ചും കൂടി തരും. ആഴ്ച കഴിയുമ്പോൾ തരുന്ന മുട്ടായിനാ എനിക്കും തരുന്നുണ്ട്. ഇത് അപ്പൾക്ക് ഇപ്പോഴത്തെ ഭാഗത്തേക്ക് വന്ന് ഒത്തില്ല കഴിച്ച്. അങ്ങനെ നമുക്ക് കുടുക്ക് കഴിക്കാനുള്ള ക്ഷമയായിട്ടുണ്ട്. അമ്മനെ കുടുക്കി വെച്ച് കഴിഞ്ഞിട്ട് സാധനമൊക്കെ എടുക്കാൻ പോയിക്കുന്നത്. ഇതാണ് എൻ്റെ ബേബി മിറ്റു. എൻ്റെ പേര് ഷിട്ടു, എൻ്റെ ബേബിൻ്റെ പേര് മിറ്റു. അപ്പോൾ സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ടാളും മൊട്ട ചുപ്പിമാരാ. അടിയെ ഞാൻ വേഗം തിന്നാൻ വേണ്ടി എന്നെ കളിപ്പിച്ച് കഴിഞ്ഞിട്ടൊക്കെ ഷോപ്പിട്ട് ഫുഡ് തരാൻ നോക്കുക. അമ്മൻ്റെ ഡിസൈനൊക്കെ ആക്കി തരാൻ നോക്കാം. പക്ഷെ എനിക്ക് മതിയായി. കുറച്ച് വേണം എൻ്റെ മിറ്റുവിന് കൊടുത്തോട്ടെ. എനിക്ക് മതിയായി. അങ്ങനെ വൈകുന്നേരത്തെ കുഴിക്കൂടി കഴിച്ച് ഞാൻ നല്ല മോളായി. അന്ന് ഞാനും മടിയും കൂടി കുറച്ച് സമയം കളിക്കുകയൊക്കെ ചെയ്തേ. പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ ഐഷു അപ്പൻ്റെ കൂടെ വന്ന്. അപ്പം ഐഷുവിൻ്റെ കൂടെ പീശ് മാങ്ങൊക്കെ തന്നെ. ഞാൻ മാങ്ങയും തിന്ന് ഏലൊക്കെ കക്കി ഫ്രഷ് ആയിട്ട് പിന്നെ ഞാൻ പോയി കയറുന്നു. അപ്പൻ്റെ വാട്ടായിട്ടിനോട് എനിക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. എന്നാൽ ഓക്കെ ബൈ.